ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അതായത് നമുക്ക് ഇമേജസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് ഇതെല്ലാം ഉപയോഗിച്ച്, അതുപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് മ്യൂസിക്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ, അതായത് യൂട്യൂബിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ മേക്കർ. അതിൻ്റെ പേര് ProShow എന്നാണ്. ഞാൻ പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു വെർഷനാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശരിക്കും 3 വെർഷനാണ് ഉള്ളത്: ഗോൾഡ്, പ്രൊഡ്യൂസർ, വെബ്. ഫുൾ വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് അതിന് വാട്ടർമാർക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫുൾ വെർഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. ഈ ആപ്ലിക്കേഷന്റെ പേര് ProShow പ്രൊഡ്യൂസർ. ഇതാണ് അതിന്റെ ഐക്കൺ. ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും ഫോട്ടോഷോപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 വെർഷൻ ഉണ്ട് ഇതിനകത്ത്: ഗോൾഡ്, പ്രൊഡ്യൂസർ, വെബ്. ഈ ഗോൾഡ് എന്ന് പറയുന്ന വെർഷൻ ആണെങ്കിൽ അത് ഏറ്റവും നല്ല വെർഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ വെർഷനാണ്. എല്ലാ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അതുപോലെ അടുത്ത ഒരു വെർഷനാണ് ഗോൾഡ്. പിന്നുള്ളത് വെബ്. പ്രൊഡ്യൂസർ എന്നുള്ളതിന്റെ ഒരു $250 അടുത്തുണ്ട് അതിന്റെ വില. അതുപോലെ തന്നെ ഗോൾഡ് ആണെങ്കിൽ 100 മന്തിൽ താഴെ കിട്ടും നമുക്ക്. വെബ് ആണെങ്കിൽ $10 പെർ മന്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ മേക്കർ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് വിൻഡോ. നമ്മുടെ നോർമൽ വീഡിയോ എഡിറ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എല്ലാം ഒരുപോലെ തന്നെയൊക്കെ മിക്കവാറും ഇരിക്കുക. അപ്പം ഇതിൻ്റെ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് മുകളിൽ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് മുകളിൽ വിസാർഡ് എന്ന് പറയുന്ന വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കുറെ ടിപ്സ് ഒക്കെ കാണിച്ചു തരും. എങ്ങനെ അത് ഓരോന്നും അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, നമുക്കിതിപ്പോൾ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു പോവാം. കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ വരുന്നത് പുതിയൊരു വിൻഡോ ആയിരിക്കും. ആ വിൻഡോന്ന് നമുക്ക് ഇതിന്റെ തീം, അതായത് നമ്മുടെ സബ്ജക്റ്റിനോട് ചേരുന്ന രീതിയിലുള്ള തീമുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ, വേറെ എന്തെങ്കിലും സെലിബ്രേഷൻ പരിപാടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള തീംസ് അതൊക്കെ അതിനകത്ത് ഡയറക്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു തീം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോ ഇതിനകത്തുനിന്ന് ഞാൻ നൈറ്റ് ഔട്ട്, ഓക്കെ, അത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കണ്ടന്റ്സ് ആഡ് ചെയ്യണം. അതായത് നമ്മുടെ കയ്യിലുള്ള ഇമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ഫയൽസ് കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡർ, കുറച്ച് ഇമേജസ് ഉണ്ട്, അതെല്ലാം നമുക്ക് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോകളെല്ലാം ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇമേജസ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഈ ഇമേജസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ പോലെ കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്തതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ടൈറ്റിൽ വേണമെങ്കിൽ അവിടെ മുകളിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ആദ്യം ടൈറ്റിൽ ആഡ് ചെയ്യാണ്. ടൈറ്റിൽ നമുക്ക് സബ്ജക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ രണ്ട് ഇമേജുകൾക്കിടെ ഇടയിൽ ക്യാപ്ഷൻ കയറി വരും. ക്യാപ്ഷനല്ല, ടൈറ്റിൽ കയറി വരും. ഇനി നമുക്ക് വേറെ ടൈറ്റിലും കൂടി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ടൈറ്റിൽ
അതുമ്മ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഈ ഓപ്പൺ ചെയ്തേക്കുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ്. ഓക്കെ, വേറൊരു ടൈറ്റിലൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ടൈറ്റിലുമ്മ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. അപ്പൊ ടൈപ്പ് ചെയ്യുന്നത് ഇവിടെയാണ് വന്നത്. നമുക്ക് ഇതിനെ വേറെ ഏതെങ്കിലും ഇമേജുകൾക്കിടെ ഇടയിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. പിന്നെ ക്യാപ്ഷൻ, ഓരോ ഇമേജ് നമുക്ക് ക്യാപ്ഷൻ വേണമെങ്കിൽ നമ്മൾ ക്യാപ്ഷനും ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പർട്ടിക്കുലർ ഇമേജിന് ക്യാപ്ഷനും വന്നു. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടിട്ട് ഇത്ര മതി, വേറെ ഒന്നും വേണ്ട എങ്കിൽ നമ്മൾ പിന്നെ മ്യൂസിക് ആഡ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവർ തന്നെ കുറച്ച് മ്യൂസിക് ലൈബ്രറി നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഇതിൽ നിന്ന് ആഡ് മ്യൂസിക് കൊടുത്തു, അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും സോങ്സ് അല്ലെങ്കിൽ മ്യൂസിക് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുക, അത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുക. വേറെ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പേര് വേണമെങ്കിൽ നമുക്ക് ആ ടൈറ്റിലിൻ്റെ അവിടെ നമുക്ക് നെയിം കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ പ്രിവ്യൂ അടിക്കുക. അപ്പോൾ ചെറിയൊരു ലോഡിങ് കാണിക്കും. ആ ലോഡിങ്ങിന് ശേഷം ഇതിൻ്റെ ഒരു പ്രിവ്യൂ, നമുക്ക് ആ പ്രിവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വീഡിയോ എങ്ങനെ ഇരിക്കും, എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു പ്രിവ്യൂ അവർ കാണിച്ചു തരുന്നതാണ്. ചെറിയൊരു സ്ക്രീൻ ഓപ്പൺ ആയി വന്നിട്ട് അതിനകത്ത് പ്രിവ്യൂ കാണിച്ചു തരും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത വീഡിയോ. ക്യാപ്ഷൻ കയറി വന്നു, ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ കയറി വന്നു. അങ്ങനെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസിഷൻ എല്ലാം നടക്കും. അതായത് നമ്മൾ വളരെ പെട്ടെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രാൻസിഷൻസ് എല്ലാം, അതുപോലെ ചെറിയ ചെറിയ സ്ലൈഡിന്റെ ഓരോ സ്റ്റൈൽസ്, എഫക്ട്സ്, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ ഇതിനകത്ത് കാണിച്ചു തരും. ഇത് നമുക്ക് ഇനി സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വിസാർഡിനെ എക്സിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേറൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ആയി വരും. ഇത്ര ഇമേജസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. നമുക്ക് ഇവിടെ കാണിച്ചു തരും, ഓരോ ഇമേജസിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ കാണിച്ചു തരും. ഇനി നമ്മൾ ഇതിനൊരു വീഡിയോ ആക്കി നമുക്കൊരു ഔട്ട്പുട്ട് പോലെ കിട്ടണമെങ്കിൽ നമ്മൾ പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. പബ്ലിഷിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റുകളിലേക്കൊക്കെ മാറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനകത്ത് വീഡിയോ ഫോർ വെബ് അങ്ങനെയുള്ള ആ ഒരു മെനു സെലക്ട് ചെയ്തു. അതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. 1080, 720, 480, അതുപോലെ തന്നെ ഫോർമാറ്റുകൾ. ഇതിപ്പോൾ MP4 ഫോർമാറ്റ് ആണ്. അതുപോലെ നമുക്കിപ്പോൾ ഡയറക്റ്റ് യൂട്യൂബ് അങ്ങനെയുള്ള സാധനത്തിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് യൂട്യൂബ് നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 720 കൊടുത്തു. 720 നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇനി നെയിം ചോദിച്ചു, നമ്മൾ അതിൻ്റെ നെയിം കൊടുത്തു, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സേവ് ചെയ്ത ഒരു ഫോൾഡർ, നമ്മൾ തൊട്ട് മുമ്പത്തെ വിൻഡോയിൽ നമ്മൾ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു. ആ ഫോൾഡറിലേക്കാണ് ഇപ്പോൾ ഇത് സേവ് ആവുന്നത്. ഫോൾഡർ നമ്മളിത് വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഇത് വളരെ പെട്ടെന്നാണ് ഇതിന്റെ സ്പീഡ് തന്നെ. അതായത് നമുക്ക് വേറെ ഇതിനകത്ത് സെപ്പറേറ്റ് ഇമേജിനെ വേറെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും വന്നില്ല. എല്ലാം നമ്മൾ ജസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഓട്ടോമാറ്റിക് ട്രാൻസിഷൻസ് എല്ലാം വരും. നമുക്കിപ്പോൾ വേറെ ഇതിനകത്ത് കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിന്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ ഇമേജസിനെയും എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നമ്മുടെ ഇമേജസിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് അതിന്റെ ടൈം നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഇതിനകത്ത് ഇമേജ് ആഡ് ചെയ്തു, വീഡിയോ ആഡ് ചെയ്തു, അല്ല മ്യൂസിക് ആഡ് ചെയ്തു, ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ റെഡി ആയിട്ട്. ഇപ്പോൾ വീഡിയോ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഈ ഫോൾഡറിലാണ്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ.
കണ്ടോ, ഞാൻ 720 പിക്സലാണ് ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ക്ലാരിറ്റി തന്നെ കണ്ടോ, കാണുന്ന ആ സ്റ്റൈല് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, നമുക്ക് ഈ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണത്. അപ്പൊ ഞാനിനി ഈ വീഡിയോന്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇമേജസിനെയും എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഓരോ ഇമേജ് കഴിയുമ്പോൾ അതിനിടയ്ക്കുള്ള ട്രാൻസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഓരോ ഇമേജും വേറൊരു അനിമേഷൻ രൂപത്തിൽ അടുത്തേക്ക് മാറി വരും, ഓരോ ഇമേജിന്റെയും പൊസിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ എഡിറ്റിങ്ങുകൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. എല്ലാം ഇമേജിന്റെ സൈസ് കുറയ്ക്കാം, ഇമേജിനെ നമുക്ക് ക്ലാരിറ്റി കൂട്ടാം, ഇമേജിന്റെ കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ ഞാനിനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ വീഡിയോ ഇന്നിപ്പോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വെർഷൻ കിട്ടണമെങ്കിൽ ഞാൻ ഒരു ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ബെൽ ബട്ടൺ ഉണ്ട്. ഈ മൂന്നെണ്ണം നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾ താഴെ നിങ്ങൾ എന്തെങ്കിലും കമന്റിൽ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ അഡ്രസ് അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്.